ഞാൻ പോയിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു പവർ ടൂൾസിന്റെ അപ്പൊ എനിക്ക് ബിസിനസ് മൈൻഡിലേക്ക് പോകണമെന്ന് പുള്ളി തന്ന ഒരു ഹാർഡ് വർക്ക് ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന പുള്ളി ഒരു അനുഭവം എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാം, വീണ്ടും എനിക്ക് കയറി വേണം, റിക്കവർ ചെയ്യണം. അപ്പൊ ഞാനൊരു പവർ ടൂൾസിന്റെ ഹയറിംഗിന്റെ പരിപാടി ഞാൻ അവിടെ നിന്ന് ഒരു ഫ്രണ്ട് തന്നിട്ട് ഒരു സ്ഥലത്ത് ചെറിയ ഷീറ്റൊക്കെ കെട്ടി ഒരു സ്പെയർ പാർട്സും വർക്ക്ഷോപ്പും തുടങ്ങി. ഞാൻ തന്നെയാണ് അവിടെ സ്റ്റാഫായിട്ടിരുന്നത്. ഞാൻ ഈ പൊസിഷനിൽ നിന്ന് ഇത്രയും വലിയ പൊസിഷൻ താഴെ വന്ന് ഞാൻ തന്നെയാണ് ബില്ല് എഴുതാനും ഈ സ്പെയർ കൊടുക്കാനിരുന്നത്. ആ ഒരു സപ്പോർട്ട് കൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് വീണ്ടും വളർന്നു വന്നു. അങ്ങനെ വളർന്നാണ് ഞാൻ ഇപ്പൊ ഒരു വർക്ക്ഷോപ്പ് കേട്ട് പിന്നെ സ്റ്റാഫുകളായി ഇപ്പം ഒരു 3 വർഷമായി. ഞാൻ ജീവിതത്തിൽ വിശ്വസിയ വീട് വെച്ചു, ഒരു വീട് പണിച്ചു പണിതു. അങ്ങനെ എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വന്നു. ഒരുപാട് മാറ്റങ്ങൾ സണ്ണിച്ചന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരൻ ആ ജോലി അന്ന് സഹായിച്ച, അതായത് സണ്ണിച്ചൻ മറ്റേ ഹോട്ടലിലൊക്കെ മാത്രം സുഖമായിട്ടിരുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സണ്ണിച്ചനെ. അതുകൊണ്ട് പറയത്തില്ല, നമുക്ക് ജോലി എന്ത് ചെയ്യാന്നുള്ളൊരു തന്റെ ഇടം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ എനിക്ക് വളരെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതെന്റെ ലൈഫിന്റെ ഉദാഹരണം. പേരെന്താണ്? വില്യംസ്. അദ്ദേഹത്തിന് സണ്ണിച്ചനും കുടുംബവും എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം കടപ്പാട് അവർക്കുണ്ടെന്ന് ഇപ്പൊ അദ്ദേഹം ഈ പ്രോഗ്രാം കാണുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി നമ്മുടെ ബഹുമാന്യരായ ജഡ്ജസ് അദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റി എന്താ പറയുന്നത് നോക്കാം. ലളിത ചേച്ചി. തൊടുപുഴ വില്യംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു വഴികാട്ടി എന്ന് വേണം അപ്പൊ പറയാനായിട്ട്. നമുക്ക് ജോലി തന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ജീവിത കഥകൾ പറഞ്ഞു കേൾപ്പിച്ചപ്പോ സണ്ണിക്ക് അത് അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് തോന്നി മനസ്സിൽ. അതാണ് വഴികാട്ടി എന്ന് ഞാൻ പറയാൻ കാരണം. അതാണ് ഇവിടം വരെ എത്താനും ഉള്ള ഒരു സന്ദർഭം ഉണ്ടായത്. അതിന്റെ കൂടെ എനിക്ക് ഇപ്പം പറഞ്ഞു കേട്ടിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാണിക്കാണ് ഫുള്ളായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു ഭാര്യ കൂടെ ഇല്ലെന്ന് വരില്ല, ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത് റാണിയാണ്. റാണിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടോ. സണ്ണി അവിടുന്ന് പോന്നിട്ടും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നില്ലേ റാണി. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്ന റാണിയാണ്. എല്ലാത്തിനും ഒരാള് റാണി. പിന്നെ റാണിയെ പറ്റി എപ്പോഴും പറഞ്ഞാൽ ശരി. ആക്ച്വലി പറയുകയാണെങ്കിൽ എന്നെ ശരിക്കും സാധിച്ച റാണിയാണ്. അതെപ്പോഴും നമുക്ക് പറയാന്ന് കഴിഞ്ഞാൽ ഫാമിലി. അപ്പൊ അത് പിന്നെ എനിക്ക് സാറിനെ എന്റെ മനസ്സാക്ഷി പുള്ളി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ സണ്ണിയുടെ റാണി എന്നും റാണിയായിട്ട് വാഴട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. മഞ്ജു. സണ്ണിയുടെ മനസ്സിൽ സണ്ണിയെ സ്വാധീനിച്ച ഏറ്റവും വലിയ വ്യക്തി വില്യംസ് എന്ന് പറഞ്ഞ മാന്യ വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ഇവിടെ ടു ബി ഫ്രാങ്ക് ഒട്ടും കൺവിൻസ്ഡ് ആയിട്ടില്ല. കാരണം എന്താ വെച്ചാല് സണ്ണിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അദ്ദേഹത്തെ കുറിച്ച് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അദ്ദേഹം എനിക്ക് തന്ന ജോലി തന്ന് സഹായിച്ചു, റാണിയെ സഹായിച്ചു. പിന്നെ പുള്ളിയുടെ ഞാൻ പിന്നെ പറഞ്ഞ മൊത്തം ആദ്യം തൊട്ടേ പുള്ളിയുടെ പറയാം. ഒരുപാട് ടൈം നമുക്കറിയാം പുള്ളി ചെറുപ്പം. അമ്മ അതുകൊണ്ടാണ് പറഞ്ഞത്, കാരണം പുള്ളിയെ കുറിച്ച് ഒന്നും കേൾക്കാൻ ഇപ്പം കൂടുതലും ഞങ്ങൾക്കെല്ലാം ഫീൽ ചെയ്ത സംഭവം റാണിയാണ്. റാണി അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടാണ് സണ്ണിക്ക് ഇത്ര ഉയർച്ച ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ജോലി തന്നു എന്ന്. പക്ഷേ മാഡം ജോലി തന്ന മാത്രമല്ല, ജോലി തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ജോലി തരും. പക്ഷെ നമ്മൾ ജോലി തന്നപ്പോൾ അതിന് എനിക്ക് എന്റെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്നെ പിടിച്ച് ഒരു OM പോസ്റ്റിൽ അങ്ങനെ എനിക്ക് ഒരു പ്രൊമോഷൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛനെയമ്മ നമുക്ക് ഇതാക്കിക്കൂടെ? നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി നമുക്കൊരു നല്ല ഭാവി തന്നു എല്ലാം തന്ന നമ്മൾ സ്വാധീനിച്ച ഒരു വ്യക്തി അച്ഛൻ എന്ന് പറയുന്നതിൽ കേൾക്കാൻ രസമുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം വന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്ത് ഇദ്ദേഹത്തിന്റെ ആ പ്രാക്ടിക്കൽ നോളജ് ബിസിനസ് പരമായിട്ട് ഞാൻ കാര്യമ്പോൾ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതാണ്. അല്ലാതെ ആത്മീയമായിട്ടല്ല. ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണം, എങ്ങനെ കഷ്ടപ്പെടണമെന്നും എങ്ങനെ കയറി വരാമെന്നുള്ളത് ആളുടെ പ്രാക്ടിക്കൽ എനിക്ക് തന്ന എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഞാൻ പറ്റിയത്. അതെന്താ കാര്യം എന്ന് വെച്ചാലേ, നമ്മള് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ എത്രയാവട്ടെ അതിനകത്ത് ഞങ്ങളെ കൺവിൻസ് ചെയ്യിക്കണം ഇത് നല്ലതാണ്. വേറെ എവിടെയെങ്കിലും നമ്മൾ പോയി നന്നായി പെർഫോം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആ തരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ പെർഫോം ചെയ്യണം. നിങ്ങളെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ആയിരിക്കണം മുമ്പിൽ നിൽക്കേണ്ടത്. സണ്ണിയുടെ കഥയാണ് ഞങ്ങൾ അവതരിപ്പിച്ചതിന് തെറ്റാണോ എന്നെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയും പുള്ളിയെ പറ്റി പറയാനുള്ളത്. അത് തന്നെ പറഞ്ഞ കൺവിൻസ് നിങ്ങൾക്ക് ആര് വേണമെങ്കിലും അവതരിപ്പിക്കാം. നിങ്ങളെ സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞ് സണ്ണിക്ക് ഭാര്യയായാലും അച്ഛനായാലും അമ്മയായാലും റിമി ആയാലും ആരിനെ വേണമെങ്കിലും പറയാം. പക്ഷെ ഞങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യിക്കണം എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിച്ചത്. എനിക്ക് ഒത്തിരി പുള്ളിയെ പറ്റി പറയാം. എനിക്ക് ആ ഒരു ജോലി തന്ന സഹായിച്ചതും അല്ല വേണ്ട അല്ല ഞാൻ എനിക്കതേ ഉള്ളൂ. സ്വാധീനം ചെലുത്തി നമ്മുടെ പോയിന്റ് വിട്ടു പോയി എന്ന് മാത്രം ജഡ്ജസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വില്യംസിനല്ല മാർക്ക് കൊടുക്കുന്നത്, ഞാൻ റാണിക്കാണ് മാർക്ക് കൊടുക്കുന്നത്. 6.5 മാർക്കുണ്ട്. താങ്ക് യു ലളിത ചേച്ചി. 6.5 മാർക്ക് കിട്ടിയിരിക്കുന്നു. മഞ്ജു ചേച്ചി. നിങ്ങൾ പറഞ്ഞ കൺവിൻസ് ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ 7 മാർക്ക് തരുന്നു. രശ്മി. ആ ഒരു ടൈമിന്റെ ഉള്ളിൽ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ 7 മാർക്ക് തരുന്നു. 2 7 + 6.5 20.5 20.5. സണ്ണിച്ചനും റാണിക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ പ്രണയമുന്തിരികൾ പൂക്കും പ്രിയേ ഞാൻ
പ്രിയ അല്ല, ലക്ഷ്മിയാ. അയ്യോ, ഞാൻ സാഹിത്യ രൂപേണ വിളിച്ചതല്ലേ. എങ്കിൽ ഓക്കെ. കുരുത്തപ്പെട്ടവൻ അച്ഛാ മിണ്ടരുത്. നില്ലടി അവിടെ. ഇല്ല, നിൽക്കൂല. ചോറ്